ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശികൾ എങ്ങനെയാണ് കൂട്ടമായിട്ട് നമ്മുടെ നാട്ടിൽ എത്തപ്പെടുന്നത്? അതും ചെറിയ പുലികളല്ല, കൊമ്പൻ സ്രാവുകളാണ് നമ്മുടെ രാജ്യത്തേക്ക് കൂട്ടമായിട്ട് എത്തുന്നത്. ഇവർ നല്ലതിനു വേണ്ടിയാണോ വരുന്നത്? ഇവർക്ക് ആരാണ് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കി നൽകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ATSകൾ, ഇഷ്ടംമാതിരി ആന്റി ടെററിസം വിങ്ങുകൾ, NIA, വിജിലൻസ്, ED, നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രഹസ്യ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൊസാദിനെ പോലും വെല്ലുന്ന ചാരസംഘടനയായ റോ ഉള്ള രാജ്യം. ഈ രാജ്യത്തിനകത്ത് ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനികളും ഒക്കെ വിവിധ പേരുകളിൽ വ്യാജരേഖകളിൽ നമ്മുടെ നാട്ടിലെത്തുന്നു എന്നല്ലേ നമ്മൾ കണ്ടു. ഒരു തുണിക്കടക്കാരൻ, നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ അല്ല. കഴിഞ്ഞ 20 വർഷത്തോളമായി നമ്മുടെ രാജ്യത്ത് അനധികൃതമായി താമസിച്ചതിന്റെ പേരിലാണ് 34-കാരനായ ബംഗ്ലാദേശി പൗരനെ പൂനെയിൽ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചത്. നോക്കണം, 14-ാമത്തെ വയസ്സിലാണ് അയാൾ നമ്മുടെ രാജ്യത്തെത്തുന്നത്. 20 വർഷം കൊണ്ട് ആർക്കും എത്തപ്പെടാൻ പറ്റാത്ത ഒരു ബിസിനസ് സാമ്രാജ്യമാണ് ഇയാൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ രാജ്യത്ത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നതൊരു ചോദ്യമാണ്. കൂലിപ്പണിക്ക് വരുന്ന ആളുകളുണ്ട്, ബംഗാളികൾ എന്ന വ്യാജേന, ആസാമികൾ എന്ന വ്യാജേന, ബീഹാറികൾ എന്ന വ്യാജേന, ഒരുപാട് ബംഗ്ലകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുണ്ട്. ശരി, ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ നിന്നുള്ള എഹ്സാൻ ഷെയ്ഖ് എന്ന വ്യക്തി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ആള് ഒരു നിസാരക്കാരനല്ല. 14-ാമത്തെ വയസ്സിൽ ഈ രാജ്യത്തു വന്നിട്ട് ഇത്രയേറെ ഒരു വസ്ത്രവ്യാപാര ശൃംഖല തന്നെ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ലോകം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈ എഹ്സാൻ ഷെയ്ഖിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലല്ല. ഇയാള് നഗരത്തിലെ മഹർഷി നഗർ പ്രദേശത്ത് ഒരു വസ്ത്രക്കടയാണ് നടത്തിയിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഷെയ്ഖിന്റെ ദേശീയതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പ്രാദേശിക ഹിന്ദു സംഘടനാ അംഗങ്ങൾ ഇയാളെ സ്വാർഗേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കേസ് കൊടുത്തിട്ട് അവരെടുക്കുന്നില്ല, അപ്പൊ ആളെയും കൂടെ കൂട്ടിയും കൂടെ വന്നു. അന്വേഷണത്തിനിടയിൽ ഷെയ്ഖ് തന്റെ ജനന സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും ഒക്കെ നൽകുന്നതിൽ പരാജയപ്പെട്ടു പോയി. തുടർന്ന് താൻ ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിലെ സോങ്കണ്ട ബസാർ സ്വദേശിയാണെന്നും 2004 കൊൽക്കത്ത വഴി അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചതാണെന്നും ഇയാൾ സമ്മതിച്ചു. സ്വാർഗേറ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ചോദിക്കേണ്ടത് പോലെ ചോദിച്ചപ്പോൾ പറയാൻ വണ്ണം പറഞ്ഞു. ബംഗ്ലാദേശ് ഏജന്റിന്റെ സഹായത്തോടെ കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഷെയ്ഖ് ആദ്യം വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങി. പിന്നീട് പ്രതി മുംബൈയിലേക്ക് താമസം മാറി. ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖയായല്ലോ. 2009 പിംപ്രി ചിഞ്ചുവാഡിലെ ഭോസാരിയിലേക്ക് താമസം മാറ്റി. ഒരിടത്ത് തന്നെ താമസിച്ച സംശയം തോന്നത്തില്ലേ? പലയിടത്തായിട്ട്. 2012 ആയപ്പോഴേക്കും പ്രതി മഹർഷി നഗർ പ്രദേശത്ത് സ്ഥിരതാമസമാക്കി. അവിടെ ഇയാൾ സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മൊത്ത വ്യാപാര വസ്ത്രക്കടയിൽ ജോലി ചെയ്തു. ഇയാൾ വ്യാജ ആധാർ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട്, പാൻ കാർഡ് ഇതൊക്കെ നേടിയെടുത്തു. ഒന്നല്ല, ഒരുപാട്. ഇയാൾ പോലീസിൽ നിന്ന് 6 വിദേശ കറൻസികൾ കണ്ടെടുത്തു ഇയാളുടെ കയ്യിൽ നിന്ന്. 1946 വിദേശ നിയമത്തിലെയും 1967 പാസ്പോർട്ട് നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് ഷെയ്ഖിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാൾ മാത്രമല്ല, ബംഗ്ലാദേശ് നമുക്കറിയാം വസ്ത്രനിർമ്മാണ ശൃംഖലയാണ്. ഇന്ത്യൻ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു ബംഗ്ലാദേശിലെ കൊടും ക്രിമിനലായിട്ടുള്ള സജ്ജാദ് ആലം പോലീസിന്റെ വെടിവയ്പിലൊപ്പം തീർന്നു. ബീഹാർ ബംഗാൾ അതിർത്തിയിലെ നോർത്ത് നിജാദ്പൂർ എന്ന് പറയുന്ന ജില്ലയിലെ പാഞ്ചിപ്പാറയ്ക്ക് സമീപമാണ് ഈ സംഭവം. അനധികൃതമായിട്ട് ഇയാൾ ഇന്ത്യയിലെത്തി.
ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ സജ്ജാദിനെ ഇസ്ലാംപൂർ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ബംഗാൾ പോലീസിനെ ആക്രമിച്ചത്. അതിനിടയിലെ ബീഹാർ ബംഗാൾ അതിർത്തിയിലെ നോർത്ത് നിജാത്പൂർ ജില്ലയിലെ പാഞ്ചിപ്പാറയിൽ വെച്ച് ഇയാളുടെ കൂട്ടാളികൾ പോലീസ് വാനിനു നേരെ വെടിവെച്ചു. സജ്ജാദിനെ രക്ഷപ്പെടുത്തി. സിനിമ സ്റ്റൈലില് ഈ വെടിവെപ്പിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. ഈ സംഭവത്തിന് ശേഷം സജ്ജാദ് ബീഹാറിലെത്തി ഒളിവിൽ പാർക്കുകയായിരുന്നു. ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ബംഗാൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ബീഹാർ പോലീസ് സജ്ജാദിനു വേണ്ടി വലവിരിച്ചു. അതിനിടയിൽ നോർത്ത് നിജാത്പൂർ ജില്ലയിലെ ഗ്വാർപോഖർ എന്ന് പറയുന്ന കീജക്തോല പാലത്തിന് സമീപം സജ്ജാദ് ഉള്ളതായിട്ട് പോലീസ് കണ്ടെത്തി. തുടർന്ന് ശക്തമായ രൂപത്തിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. തീർക്കാൻ പോലീസ് പറഞ്ഞു. തീർന്നു. ഇയാളുടെ കയ്യില് അനേകം ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ, 9ഓളം ATM കാർഡുകൾ, 9ഓളം ബാങ്ക് അക്കൗണ്ടുകൾ, ജനന സർട്ടിഫിക്കറ്റ് ഇഷ്ടം പോലെ, പാൻ കാർഡുകൾ, 3-4 രാജ്യത്തിന്റെ പാസ്പോർട്ട്, 4-5 രാജ്യത്തിന്റെ കറൻസികൾ. എന്നിട്ട് ഇന്നത്തെ ബംഗാളികൾ താമസിക്കുന്നത് പോലെ സാധാരണ പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിൽ താമസം. കാരണം ഇയാളുടെ രാജ്യത്ത് നിന്നും വസ്ത്രം വളരെ ചുളുവിലക്ക് ഇയാൾ കൊണ്ടുവരുന്നു. എന്നിട്ട് അതിൻ്റെ നിർമ്മാണ സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ഇവരൊരു നല്ല വസ്ത്രം ധരിക്കുകയോ നല്ല രൂപത്തിൽ ജീവിത രീതി മെച്ചപ്പെടുത്തുകയോ ഒന്നുമില്ല. പണം ഉണ്ടാക്കുക. ഈ പണം നമ്മുടെ രാജ്യത്തു വന്നിട്ട് നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റ് ആ പണം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അടിവേരുമാന്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിന് വഴി ഇട്ടുകൊടുത്തതാരാ? ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത ഇന്ത്യക്കാർ. സ്വന്തം രാജ്യത്തിന്റെ അടിത്തറ പോയാലും കുഴപ്പമില്ല, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ എല്ലാ കാലത്തും ഇവര് സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് മുസ്ലിം എന്നുള്ള സ്നേഹം മാത്രം, സമുദായ സ്നേഹം, സഹജീവി സ്നേഹമല്ല, മതസൗഹാർദ്ദം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ ഇയാളും തരം കിട്ടിയാൽ, ഈ എഹ്സാൻ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിയും തരം കിട്ടിയാൽ പോലീസിനെ ആക്രമിക്കുമായിരുന്നു സജ്ജാദിനെ പോലെ. നമുക്ക് ചില സിനിമാ സ്റ്റൈലിൽ അയാളെ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ഇടവഴിയിൽ വെച്ച് ബംഗാൾ പോലീസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി 2 പേരെ തീർത്ത് സാഹസികമായി രക്ഷപ്പെടുത്തി മറ്റൊരു സംസ്ഥാനത്തെത്തി സുഖവാസം ആരംഭിക്കുന്നു. ഇവരെന്താ വിചാരിച്ചത്? ഒരിക്കലും ഇവര് പിടിക്കപ്പെടില്ലെന്നോ? ഒടുവിൽ ഇവനെ ഇനിയും കൊണ്ടുവന്ന് നമ്മുടെ ചെലവില് തീറ്റി പോറ്റണ്ട എന്ന് പോലീസ് അങ്ങ് വിചാരിച്ചു. കാരണം ആരെയും തീർക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രകൃതക്കാരൻ. 2 മനുഷ്യന്മാരെ പച്ചയ്ക്ക് തീർത്തിട്ട് ഒരു കുലുക്കവുമില്ല. പിന്നെയും ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരുത്തൻ തീർക്കുകയല്ലാതെ എന്തു മാർഗം? ഇനിയും ഒന്നൊന്നായി ഇത്തരം ക്രിമിനലുകൾ ഇവരുടെ തനിനിറം രംഗത്തെടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വകവരുത്തിയാൽ ശേഷിക്കുന്നവരെങ്കിലും അവരുടെ രാജ്യം പിടിക്കും. നന്ദി.